ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്ക് അതിന് മുന്നേ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി എങ്ങനെ ക്ലോസ് ആയി നോക്കാം. അപ്പോൾ നിഫ്റ്റി ഇന്നലെ ഭയങ്കര ക്രാഷ് ആയിരുന്നു. അപ്പോൾ അത് ഷോർട്ട് കവറിങ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഓപ്പൺ ആയത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി, എന്നാലും സസ്റ്റെയിൻ ആകാതെ പിന്നെ അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. എന്നാലും നല്ല ഫുള്ളി റിവേഴ്സ്ഡ് ആയി, ഹാഫ് റിവേഴ്സ് ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുവിധം ഒരു അപ്സൈഡ് പോലെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യുക, സൈഡ് വേസിൽ തന്നെയാണ് പോയിട്ട്. സോ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിഫ്റ്റി. ബട്ട് ബാങ്ക് നിഫ്റ്റി നല്ല റിക്കവറി ആയി എന്ന് തന്നെ പറയാം. നല്ല റിവേഴ്സൽ ആയിട്ടുണ്ട്. 80% റിക്കവേർഡ് ആയിട്ടുണ്ട്. 1000 പോയിന്റ്സ് നല്ല മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഇനിയും കയറാനുള്ള സാധ്യത ബാങ്ക് നിഫ്റ്റിക്കുണ്ട്. ബട്ട് നിഫ്റ്റിക്ക് ഇനിയും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. സോ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ വാച്ച് ചെയ്യാം. ഓക്കെ. സോ ലാസ്റ്റ് വീക്ക്, അതിന് മുന്നേ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ITI. ഓക്കെ. സോ 291 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ആൻഡ് 320 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ല ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 320 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 400 വരെ പോകാൻ സാധ്യതയുണ്ട്. MMTC. ഓക്കെ. MMTC എങ്ങനെയാണ്? 57 റുപ്പീസിൽ കറൻ്റ് ട്രേഡ് ചെയ്യുന്നു. 60 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 80 റുപ്പീസ് വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ HFCL ലിമിറ്റഡ്. HFCL 3.69% ഇന്ന് കയറിയിട്ടുണ്ട്. 100 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ സൂൺ 100 ആകും എന്നുള്ള ആ ഒരു സ്റ്റോക്കിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ. നെക്സ്റ്റ് IDBI ബാങ്ക്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. 65 റുപ്പീസിൽ കറൻ്റ് ട്രേഡ് ചെയ്യുന്നു. 66 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 88 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. NCC ലിമിറ്റഡ് ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. സോ ലാസ്റ്റ് ടൈം പറഞ്ഞ ആ ഒരു ടാർഗറ്റ് തന്നെയാണ്. ദെൻ ആൽക്കൈൽ അമൈൻസ്. ആൽക്കൈൽ അമൈൻസ് 2316 റുപ്പീസ് ട്രേഡ് ചെയ്യുന്നു. 3200 വരെ ടാർഗറ്റ് പോകാനുള്ള സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ. 2 വീക്സ് ടു 1 മന്ത് ആണ് ഇതിൻ്റെ എല്ലാം ഹോൾഡിംഗ് പീരീഡ്, ടൈം ഫ്രെയിം. ഓക്കെ. ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഈ ഒരു സോണ BLW പ്രിസിഷൻ, ഈ ഒരു സ്റ്റോക്കാണ്. 6.21% കയറിയത് കൊണ്ട് തന്നെ നാളെയും കയറാൻ സാധ്യതയുണ്ട്. കാരണം ട്രെൻഡ് ലൈൻ പ്ലസ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് 20% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ദിലീപ് ബിൽഡ്കോൺ. അപ്പോൾ ഈ സ്റ്റോക്കിലെല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി ഈ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. ദിലീപ് ബിൽഡ്കോൺ 385 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 392 പോകാൻ സാധ്യതയുണ്ട്. 26 to 27% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ. ഓക്കെ. 1329 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1350 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1550 വരെ പോകാൻ സാധ്യതയുണ്ട്. 200 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. 15% വരെ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ മെട്രോ ബ്രാൻഡ് 1314 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1330 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1500 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 13 to 14% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ KPIT ടെക്നോളജീസ് 1516 റുപ്പീസിൽ കറൻ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ 1535 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1800 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. 2 വീക്സ് ടു 1 മന്ത് ആണ് ഈ ഒരു ടൈം ഫ്രെയിം. 17 to 18% വരെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനി ടോപ്പ് ബ്രോക്കറേജസ് സെൽ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ക്യാംലിൻ ഫൈൻ സയൻസസ്, ഈ ഒരു സ്റ്റോക്ക് 132 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇനിയും ചിലപ്പോൾ ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ.
122 റുപ്പീസ് വരെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രഭുദാസ് ലീലാധർ. ദെൻ നെക്സ്റ്റ് സുല വൈൻ യാർഡ്സ്. ഈ ഒരു സ്റ്റോക്ക് 470 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, 459 താഴേക്ക് പോയാൽ 442 വരെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ മുത്തൂറ്റ് ഫൈനാൻസ് 1454 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1443 താഴേക്ക് പോവുകയാണെങ്കിൽ 1385 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് ടോപ്പ് ബ്രോക്കറേജസ് ആണ് സെൽ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റോക്കിനൊക്കെ. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ വിറ്റൊഴിയുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ അറ്റൻഷൻ ഈ ഒരു സ്റ്റോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് സ്റ്റോക്കാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് JTL ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് 4000% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. ഇന്ന് മാത്രം ഈ ഒരു സ്റ്റോക്ക് 4% ഉയർന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ സ്റ്റോക്കാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ക്യാപിറ്റൽ 34 crores rupees ആയിട്ട് ഉയർന്നിട്ടുണ്ട്. നല്ല ബോണസ് ഒക്കെ തരുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. ആൻഡ് ഷെയർ ക്യാപിറ്റലും നല്ല ഉയർന്നിട്ടുണ്ട്. സോ ബോണസ് അതുപോലെ ഷെയർ ക്യാപിറ്റൽ ഇതെല്ലാം നല്ലൊരു പോസിറ്റീവ്. അതുമാത്രമല്ല കമ്പനി എക്സ്പാൻഷൻ ചെയ്യുന്നത് ഇതെല്ലാം ഈ സ്റ്റോക്കിന് നല്ലൊരു ബെനിഫിറ്റഡ് ആകുന്നു. പിന്നെ എസ്പെഷ്യലി ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് പൈപ്പ്സ്, ഗാൽവനൈസ്ഡ് പൈപ്പ് അല്ലെങ്കിൽ സോളാർ സ്ട്രക്ചേഴ്സ്, ഇതിനാണ് ഇവരുടെ മെയിനായിട്ടുള്ള മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ. സോ ഒരു സ്റ്റീൽ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ട് ഉണ്ട്. ലാസ്റ്റ് ഇയറിനേക്കാളും നല്ല പെർഫോമൻസ്, സെയിൽസ് ഗ്രോത്ത്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാക്കാം. സോ FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു JTL ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതല്ലാതെ ബാക്കി ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 21.4% ആണ് ഈ ഒരു വളർച്ചാ സാധ്യത പറഞ്ഞിരിക്കുന്നത്. ദെൻ HDFC ലൈഫ് ഇൻഷുറൻസ് 644 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്. 24% ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് 939 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 29% അല്ലെങ്കിൽ 30% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഗോകുൽദാസ് എക്സ്പോർട്സ് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 30% ഈ ഒരു സ്റ്റോക്കിലും വളർച്ച സാധ്യതയുണ്ട്. സോ ഈ സ്റ്റോക്ക് മെയിനായിട്ട് വരുന്നത് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൽ വരുന്ന സ്റ്റോക്കാണ്. നല്ല ഒരു സ്കോർ ഈ ഒരു സ്റ്റോക്ക് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ LIC, ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 764 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്കിനും 32% വരെ റിട്ടേൺസ് കിട്ടുമെന്നാണ് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് നെക്സ്റ്റ് സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്കും 32% റിട്ടേൺസ് പ്രതീക്ഷിക്കാം. ദെൻ KEC ഇൻ്റർനാഷണൽ 597 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 33% ഉയരും എന്നാണ് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ കിർലോസ്കർ ന്യൂമാറ്റിക് സോ 606 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 34% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഇതെല്ലാം 1 ഇയർ ടാർഗറ്റ് ആണ്. ഓക്കെ, ദെൻ ഓറിയൻ്റൽ ഇലക്ട്രിക് ആണ്. ഓറിയൻ്റ് ഇലക്ട്രിക് ഈ ഒരു സ്റ്റോക്കിന്
36.3% ആണ് റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക. സോ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാത്തിൻ്റെയും ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 12 മാസം ഹോൾഡ് ചെയ്യണം, അതാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു 9 സ്റ്റോക്കുകൾ. സോ അത് 21 to 36% അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. 12 മന്ത്സ് ഹോൾഡിംഗ് പീരീഡ് ഉണ്ട്. ബാക്കി ഞാൻ എൻ്റെ ഓൺ റെക്കമെൻഡേഷനിൽ പറഞ്ഞ സ്റ്റോക്കിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2 weeks to 1 month ആണ്. അത് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകളാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ബേസിക് പാറ്റേൺ അതുപോലെ ഇപ്പോൾ ഇന്ന് നമ്മളൊരു എൻഗൾഫിംഗ് പാറ്റേൺ പറഞ്ഞു. അപ്പോൾ അതെന്താണ്, എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം, ഇതെല്ലാം നമ്മൾ ടെക്നിക്കൽ വീഡിയോ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഒരു 50 വീഡിയോസ് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.